3D object representation first one ആണ് polygon surfaces. ഈ കാണിച്ചിരിക്കുന്നത് ഒരു 3D ഒബ്ജക്റ്റിന്റെ റെപ്രസെന്റേഷൻ ആണ് ഡിഫറെന്റ് പോളിഗൺസ്, അതായത് ഒന്നിൽ കൂടുതൽ പോളിഗൺസിന് അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 3D ഒബ്ജക്റ്റിന്റെ റെപ്രസെന്റേഷൻ ആണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് റെപ്രസെന്റേഷൻ ഫോർ എ 3D ഗ്രാഫിക്സ് ഒബ്ജക്ട്. അതായത് ഒരു 3D ഗ്രാഫിക്സ് ഒബ്ജക്റ്റിന്റെ റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിഗൺ സർഫസസ് ആണ്. It is a set of surface polygon that enclose the object interior. Set of polygons are stored for object description. Polygon surfacesൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് പോളിഗൺസിനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസിനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്ക്രിപ്ഷനെ സ്റ്റോർ ചെയ്യാനും നമ്മൾ ഈ പോളിഗൺസിനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. This simplifies and speeds up the surface rendering and display of object, since all surfaces can be described with linear equations. അതായത് ഈ ഒരു പോളിഗൺ സർഫസസ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് സർഫസ് റെൻഡറിങ്ങും അതേപോലെ ഈ ഒരു ഒബ്ജക്റ്റിനെ ഡിസ്പ്ലേ ചെയ്യുന്നതൊക്കെ കുറച്ചും കൂടെ സ്പീഡ് ആക്കാനും അതേപോലെ തന്നെ അതുകൊണ്ട് ഇതിനെ ലീനിയർ ഇക്വേഷൻസ് ആയിട്ട് ഇതിന്റെ ഓരോ സർഫസിനെയും റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി പോളിഗൺ സർഫസസിൽ 3 ways to represent polygon surfaces. Polygon surfaces ne represent cheyanayittu മൂന്ന് different ways ഉണ്ട്. Polygon table, plane equations and polygon meshes. അതിൽ ഫസ്റ്റ് ആണ് polygon table. Polygon table നമുക്ക് ഇവിടെ കാണാം ഒരു polygon ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന 3 ടേബിൾസ് ഉണ്ട്. വെർട്ടെക്സ് ടേബിൾ, എഡ്ജ് ടേബിൾ, പോളിഗൺ സർഫസ് ടേബിൾ. അപ്പോൾ പോളിഗൺ ടേബിൾസിന്റെ ഒരു ഒബ്ജക്റ്റിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് 3 ടേബിൾസ് ആണുള്ളത്. വെർട്ടെക്സ് ടേബിൾ, എഡ്ജ് ടേബിൾ ആൻഡ് പോളിഗൺ സർഫസ് ടേബിൾ. അതിലെ ഫസ്റ്റ് വൺ വെർട്ടെക്സ് ടേബിൾ. ഇറ്റ് സ്റ്റോർ XY and Z coordinate information of all the vertices as V1, X1, Y1, Z1. അതായത് ഒരു പോളിഗണിലുള്ള എല്ലാ വെർട്ടിസസിന്റെയും ഇൻഫർമേഷനെ കളക്ട് ചെയ്യാനാണ് നമ്മൾ വെർട്ടെക്സ് ടേബിൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ XYZ കോർഡിനേറ്റ്സിന്റെ ഇൻഫർമേഷൻ ആയിരിക്കും വെർട്ടെക്സ് ടേബിളിൽ ഉണ്ടാവുക. അപ്പോൾ വെർട്ടെക്സ് V1 എന്ന് പറയുമ്പോൾ X1, Y1, Z1, V2 ആണെങ്കിൽ X2, Y2, Z2, അങ്ങനെ XYZ കോർഡിനേറ്റ്സിന്റെ ഇൻഫർമേഷൻസ് ആണ് വെർട്ടെക്സ് ടേബിളിൽ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ എഡ്ജ് ടേബിൾ ആണ്. The edge table is used to store the edge information of polygon. എഡ്ജ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു പോളിഗണിന്റെ എഡ്ജ് ഇൻഫർമേഷൻസ്, അതിന്റെ എഡ്ജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഈ ടേബിൾ യൂസ് ചെയ്യുന്നത്. ഇൻ ദ ഫോളോയിങ് ഫിഗർ, എഡ്ജ് E1 lies between vertex V1 and V2, which is represented in the table as E1 is V1 and V2. അതായത് നമ്മൾ ഓരോ എഡ്ജും ഏതൊക്കെ വെർട്ടെക്സ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എഡ്ജ് ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ ആണ് നമ്മൾ എഡ്ജ് ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇവിടെ ഈ ഒരു എഡ്ജ് E1 ആണെങ്കിൽ അത് വരുന്ന വെർട്ടിസസ് എന്ന് പറയുന്നത് V1 and V2 ആണ്. അതുപോലെ E2 ആണെന്നുണ്ടെങ്കിൽ V2 and V3, E3 ആണെങ്കിൽ V3 and V1, അങ്ങനെ എല്ലാ എഡ്ജും ഏതൊക്കെ വെർട്ടിസസ് ആയിട്ടാണ് കണക്റ്റഡ് ആയിരിക്കണേന്നാണ് എഡ്ജ് ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. നെക്സ്റ്റ് വൺ പോളിഗൺ സർഫസ് ടേബിൾ. പോളിഗൺ സർഫസ് ടേബിൾ സ്റ്റോഴ്സ് ദ നമ്പർ ഓഫ് സർഫസസ് റെപ്രസെന്റഡ് ഇൻ ദ പോളിഗൺ. പോളിഗൺ സർഫസ് ടേബിള് ഒരു പോളിഗണില് എത്ര സർഫസ് ഉണ്ടെന്നുള്ളത് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു സർഫസ് ഏതൊക്കെ എഡ്ജസ്, ആ ഒരു സർഫസിനെ കവർ ചെയ്തിരിക്കുന്നത് ഏതൊക്കെ എഡ്ജസ് ആണെന്നും കൂടെ നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. ഫ്രം ദ ഫോളോയിങ് ഫിഗർ, സർഫസ് S1 is covered by edge E1, E2 and E3, which can be represented in the polygon surface table as S1, E1, E2 and E3. പറഞ്ഞ പോലെ തന്നെ ഒരു സർഫസ് ഏതൊക്കെ എഡ്ജസ് കവർ ചെയ്തിട്ടാണ് കിടക്കണെന്നുള്ളത് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് അതിന്റെ ഇൻഫർമേഷൻസ് കിട്ടും. നെക്സ്റ്റ് വൺ പ്ലെയിൻ ഇക്വേഷൻ. The equation for plane surface can be expressed as AX plus BY plus CZ plus D equal to 0. ഇത് ഒരു പ്ലെയിൻ ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ ആണ് ഇത്. where XYZ is any point on the plane and the coefficients ABC
and D are the constants describing the spatial properties of the plane. XYZ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മുകളിലെ ടേബിളിൽ പറഞ്ഞ പോലെ x1 y1 z1 x2 y2 z2 x3 y3 z3 അതേപോലെ ABC എന്ന് പറയുന്നത് അതിന്റെ കോഎഫിഷ്യൻസും ആയിരിക്കും. We can obtain the value of A, B, C and D by solving a set of 3 plane equations using the coordinate values for 3 non-collinear points in the plane. അപ്പോൾ നമുക്ക് A, B, C and D എന്ന് പറയുന്ന കോൺസ്റ്റന്റ്സിന്റെ വാല്യൂ ഈ പ്ലെയിൻ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Let us assume that 3 vertices of the plane are x1 y1 z1 x2 y2 z2 and x3 y3 z3. അതായത് ഒരു പ്ലെയിൻ ഇക്വേഷൻ ഒരു പ്ലെയിനിന്റെ 3 വെർട്ടിസസ് ആണ് ഈ 3 എണ്ണം. അങ്ങനെ വരുമ്പോൾ the equation of plane surface can be expressed as ax plus by plus zz plus d equal to 0. We can obtain the value of a, b, z and d by solving a set of 3 plane equation. Let us assume that 3 vertices of the plane are x1 y1 z1 x2 y2 z2 and x3 y3 z3. അപ്പോൾ നമുക്ക് 3 വെർട്ടിസസ് കിട്ടിയിട്ടുണ്ട്. പ്ലെയിൻ ഇക്വേഷനും നമുക്കറിയാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ax plus by plus zz plus d equal to 0. D അവിടെ a, b, c and d അവിടെ constant values ആണ്. Let us solve the following simultaneous equation for ratio a by d, b by d and c by d. You get the values of a, b, c and d. അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്തേക്കാണ്. a by d x1 b by d y1 plus c by d z1 equal to -1. അങ്ങനെ x1 x2 x3 എന്നുള്ളത് v1 v2 v3 3 വെർട്ടിസസിന്റെ റീറൈറ്റ് ചെയ്ത ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ആ ഒരു പ്ലെയിൻ ഇക്വേഷനെ to obtain the above equation in determinant form, apply Cramer's rule to the above equation. നമ്മൾ ഈ ഇക്വേഷനിൽ Cramer's rule അപ്ലൈ ചെയ്യാണ്. അപ്പോൾ a അതായത് a എന്ന് പറയുന്ന വാല്യൂവിന് നമ്മൾ x-ന്റെ വാല്യൂ അതായത് x1 x2 x3നെ നമ്മൾ 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അങ്ങനെ നമ്മൾ മാട്രിക്സ് ചെയ്തിട്ടുണ്ട് 1 y1 z1 1 y2 z2 1 y3 z3. b എന്ന് പറയുമ്പോൾ അത് y കോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ y പൊസിഷൻസിനെ 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ x1 1 z1 x2 1 z2 x3 1 z3. അങ്ങനെ c ആവുമ്പോൾ അത് z പൊസിഷന്റെ എല്ലാം നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യും. d ആവുമ്പോൾ -1 ആയിട്ടാണ് എടുക്കണേ. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സൈനും കൊടുക്കും. നമ്മൾ കംപ്ലീറ്റ് മാട്രിക്സ് അങ്ങനെ തന്നെയാണ് എഴുതുന്നത്. ഇവിടെ for any point x, y, z with parameters a, b, c and d, we can say that അതായത് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്യണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ax plus by plus zz plus d not equal to 0 ആണെന്നുണ്ടെങ്കിൽ means the point is not on the plane. ആ ഒരു പോയിന്റ് ഈ പ്ലെയിനിലുള്ളതല്ല. അതേപോലെ ഇനി ax plus by plus zz plus d less than 0 ആണെന്നുണ്ടെങ്കിൽ the point inside the surface ആണ്. greater than 0 ആണെങ്കിൽ outside the surface ആയിരിക്കും. ഈ കാണിച്ചിരിക്കുന്നത് പോളിഗൺ മെഷസിന്റെ ഒരു എക്സാമ്പിൾ പിക്ചർ ആണ്. Polygon meshes. 3D surfaces and solid can be approximated by a set of polygonal and line elements. Such surfaces are called polygon meshes. 3D surfaces അല്ലെങ്കിൽ സോളിഡ്സ് ഒക്കെ നമുക്ക് ഒരു സെറ്റ് ഓഫ് പോളിഗൺസും അതേപോലെ ലൈൻ എലമെന്റ്സിന്റെ ഒക്കെ ഒരു സെറ്റ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ പോളിഗൺ മെഷസ് എന്ന് പറയുന്നത്. ഇൻ പോളിഗൺ മെഷ് each edge is shared by at most 2 polygon. പോളിഗൺ മെഷിൽ ഒരു എഡ്ജ് ഒരു പോളിഗോണിന്റെ എഡ്ജ് അല്ലെങ്കിൽ ഒരു ലൈൻ സെഗ്മെന്റ് ഒരു എഡ്ജ് മാക്സിമം അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് 2 പോളിഗൺ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും ഒരു എഡ്ജ്. The set of polygon or faces together form the skin of the object. ഒരു സെറ്റ് ഓഫ് പോളിഗൺസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫേസസ് ഒക്കെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ലാസ്റ്റ് ഫോം ചെയ്ത് വരുന്നത്. പോളിഗൺ മെഷസിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മോഡൽ ഓൾമോസ്റ്റ് എനി ഒബ്ജക്ട്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഒബ്ജക്ട്സും ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പോളിഗൺ മെഷസിനെ യൂസ് ചെയ്യാൻ പറ്റും.
they are easy to represent as a collection of vertices. Polygon meshes നമ്മൾ പോളിഗൺസും അതേപോലെ ലൈൻ സെഗ്മെന്റ്സും ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ ഒരു വെർട്ടിസസിന്റെ കളക്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനും ഈസിയാണ്. ദേ ആർ ഈസി ടു ട്രാൻസ്ഫോം ചെയ്യാൻ ഈസിയാണ്. ദേ ആർ ഈസി ടു ഡ്രോ ഓൺ കമ്പ്യൂട്ടർ സ്ക്രീൻ. ലൈൻസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഡ്രോ ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ curved surfaces can be approximately described. Curved ആയിട്ടുള്ള സർഫസസ് നമുക്ക് അത്ര കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു അപ്രോക്സിമേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു സിമുലേറ്റ് സം ടൈപ്പ് ഓഫ് ഒബ്ജെക്ട് ലൈക്ക് ഹെയർ ഓർ ലിക്വിഡ് അങ്ങനത്തെ ചില ഒബ്ജക്റ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും ഈ പോളിഗൺ മെഷേഴ്സ് യൂസ് ചെയ്തിട്ട്.